നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. മാമി തിരോധാന കേസിൽ ഇന്ന് വിശദീകരണ യോഗം. PV അൻവർ പങ്കെടുക്കും. കോഴിക്കോട് മുതലക്കുളത്ത് ഇന്ന് വൈകിട്ടാണ് യോഗം. കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുമെന്നും അൻവർ. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖ് സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജി ഇന്ന് സുപ്രീം കോടതിയിൽ. ഹൈക്കോടതി വിധിയിൽ പിഴവുണ്ടെന്ന് സിദ്ദിഖ്. താരസംഘടനയായ അമ്മയുടെയും WCCയുടെയും പോരിൽ ഇരയാണ് താനെന്നും സിദ്ദിഖ്. അതേസമയം ഒരാഴ്ചയായിട്ടും സിദ്ദിഖിനെ അന്വേഷണ സംഘം കണ്ടെത്താത്തതിൽ വിമർശനം ശക്തമാണ്. ADGP MR അജിത് കുമാറിന്റെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യം കടുപ്പിച്ച് CPIയും LJDയും. നിയമസഭാ സമ്മേളനം വെള്ളിയാഴ്ച ആരംഭിക്കാനിരിക്കെ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി വിവാദം തണുപ്പിക്കാനാണ് സർക്കാർ നീക്കം. അജിത് കുമാറിനെതിരായ DGPയുടെ അന്വേഷണ റിപ്പോർട്ടും ഉടൻ വരും. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ K. സുരേന്ദ്രന്റെ വിടുതൽ ഹർജിയിൽ ഇന്ന് വിധി പറയുന്നത് കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി. BSP സ്ഥാനാർത്ഥിയായിരുന്ന K. സുന്ദരയ്ക്ക് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ 2.5 ലക്ഷം രൂപ കോഴ നൽകിയെന്നാണ് കേസ്. മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാൻ NCPയിൽ ധാരണയായെങ്കിലും AK ശശീന്ദ്രൻ വഴങ്ങുമോ എന്നതിൽ അവ്യക്തത തുടരുന്നു. AK ശശീന്ദ്രന് പകരം കുട്ടനാട് MLA തോമസ് K. തോമസിനെ പുതിയ മന്ത്രിയാക്കാനാണ് നീക്കം. ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറണമെന്ന് ശരത് പവാർ നിർദ്ദേശിച്ചതായി സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ വ്യക്തമാക്കിയിരുന്നു. BJP സംസ്ഥാന നേതൃയോഗം ഇന്ന് കൊച്ചിയിൽ. സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ, മുൻ കേന്ദ്രമന്ത്രിയും BJP സംസ്ഥാന പ്രഭാരിയുമായ പ്രകാശ് ജാവദേക്കർ, സഹപ്രഭാരി അപരാജിത സാരംഗി, കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ തുടങ്ങിയവർ പങ്കെടുക്കും. BJP മെമ്പർഷിപ്പ് ക്യാമ്പയിൻ യോഗം വിലയിരുത്തും. SIT ആശുപത്രിയിൽ വൈദ്യുതി മുടങ്ങിയതിൽ അന്വേഷണം. സാങ്കേതിക സമിതിയാണ് അന്വേഷണം നടത്തുക. ഇന്നലെ 3 മണിക്കൂറാണ് വൈദ്യുതി മുടങ്ങിയത്. സംഭവം സർക്കാർ ലാഘവത്തോടെ കണ്ടുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അന്തരിച്ച CPM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം വൈദ്യപഠനത്തിന് വിട്ടു നൽകാനുള്ള തീരുമാനത്തിനെതിരെ മകൾ ആശ ലോറൻസ് സമർപ്പിച്ച ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ നടത്തിയ ഹിയറിംഗ് നിയമപ്രകാരമായിരുന്നില്ലെന്നാണ് ആശയുടെ വാദം. മൃതദേഹം വിട്ടുകൊടുക്കാനുള്ള തീരുമാനത്തിനെതിരെ ആശ നൽകിയ ഹർജിയെ തുടർന്നാണ് ഉപദേശക സമിതി രൂപീകരിച്ച് വിഷയം തീർപ്പാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചത്. ആത്മഹത്യ ചെയ്ത വൈക്കം AEOയുടെ ചുമതലയുള്ള സീനിയർ സൂപ്രണ്ട് ശ്യാംകുമാറിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. ഇന്നലെ അക്കരപ്പാടത്ത് പുഴയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ജോലി സമ്മർദ്ദമാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് കടുത്ത സമ്മർദ്ദമുണ്ടായിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. ഇന്നലെയാണ് ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. ഉത്സവ സീസണിൽ യാത്രക്കാരുടെ സൗകര്യാർത്ഥം അധിക അന്തർ സംസ്ഥാന സർവീസുകളുമായി KSRTC. യാത്രക്കാരുടെ ആവശ്യകത പരിഗണിച്ച് ഒക്ടോബർ 9 മുതൽ നവംബർ 7 വരെ പ്രത്യേക അധിക സർവീസുകൾ ആരംഭിക്കും. കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ബംഗളൂരു, മൈസൂരു, ചെന്നൈ എന്നിവിടങ്ങളിലേക്കും തിരിച്ചും സർവീസ് നടത്താനാകും തീരുമാനം. ജമ്മുകശ്മീരിൽ ഇന്ന് നിശബ്ദ പ്രചരണം. 3ാം ഘട്ട തെരഞ്ഞെടുപ്പിൽ 40 മണ്ഡലങ്ങളാണ് പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്നത്. ആകെ 415 സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നു. മുൻ ഉപമുഖ്യമന്ത്രിമാരായ താരാചന്ദും മുസാഫർ ബേഗും അവസാനഘട്ട തെരഞ്ഞെടുപ്പ് നേരിടുന്ന പ്രമുഖരാണ്. 3ാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ജമ്മുകശ്മീരിൽ കനത്ത സുരക്ഷ. ശനിയാഴ്ച കത്വ ജില്ലയിലുണ്ടായ തീവ്രവാദി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ പോലീസ് സേനയെ വിന്യസിച്ചു. ഇന്ന് ജമ്മു മേഖല കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തുമെന്ന് ADGP ആനന്ദ് ജെയിൻ വ്യക്തമാക്കി. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ പ്രചരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കം. നാരായൺഗഡ് മണ്ഡലത്തിൽ നിന്ന് ആരംഭിക്കുന്ന പ്രചരണം വൈകിട്ട് 5 മണിക്ക് കുരുക്ഷേത്രയിൽ സമാപിക്കും. പ്രിയങ്ക ഗാന്ധിയും മറ്റ് പ്രമുഖ നേതാക്കളും രാഹുലിനെ അനുഗമിക്കും. ഒക്ടോബർ 5-നാണ് ഹരിയാന പോളിംഗ് ബൂത്തിലേക്ക് എത്തുക. വെൽഡിംഗ് മെഷീൻ പൊട്ടിത്തെറിച്ച് ഡൽഹിയിൽ ഒരു മരണം, 3 പേർക്ക് ഗുരുതര പരിക്ക്. ദ്വാർക്ക ജില്ലയിലെ ഭർത്താലിലാണ് സംഭവം. ടാങ്കർ ലോറി വെൽഡ് ചെയ്യുന്നതിനിടെയായിരുന്നു അപകടം. സ്ഫോടന കാരണം വ്യക്തമല്ല. പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം മാനിച്ച് ജമൈക്കൻ പ്രധാനമന്ത്രി ആൻഡ്രോസ് ഹോൾനസ് ഇന്ന് ഇന്ത്യയിലെത്തും. ഒക്ടോബർ 3 വരെ സന്ദർശനം തുടരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ആദ്യമായാണ് ഒരു ജമൈക്കൻ പ്രധാനമന്ത്രി ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ത്യയിലെത്തുന്നത്.
70% പേർക്കും പോഷകാഹാരം ഉറപ്പുവരുത്താൻ പുതിയ പദ്ധതികളുമായി അസം സർക്കാർ. ഇതിനായി കൂടുതൽ പേരെ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരും. 17 ലക്ഷം പുതിയ ഗുണഭോക്താക്കൾക്കും മുൻപൊഴിവാക്കിയ 2 ലക്ഷത്തോളം പേർക്കും ഭക്ഷ്യപരിരക്ഷ ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ വ്യക്തമാക്കി. ഉത്തർപ്രദേശിലെ കർഗേഡ ഗ്രാമത്തിൽ ഭീതി വിതച്ച പുലിയെ വനംവകുപ്പ് പിടികൂടി. പിലിഭിത്തിൽ നിന്നുള്ള വെറ്റിനറി സംഘത്തിന്റെ സഹായത്തോടെയായിരുന്നു ദൌത്യം. പുലിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് ഫോറസ്റ്റ് ഓഫീസർ രാജീവ് കുമാർ പറഞ്ഞു. അതേസമയം സമീപത്തെ ബഹ്റൈസ് ഡിവിഷനിൽ ചെന്നായ ആക്രമണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹിസ്ബുള്ളയ്ക്ക് പിന്നാലെ യമനിലെ ഹൂതികൾക്ക് നേരെ ആക്രമണം തുടങ്ങി ഇസ്രായേൽ. ഹുദൈദ തുറമുഖത്ത് ഉഗ്ര സ്ഫോടനങ്ങളുണ്ടായി. നിരവധി യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് നടന്ന വ്യോമാക്രമണത്തിൽ വലിയ നാശനഷ്ടമുണ്ടായതാണ് റിപ്പോർട്ട്. പ്രധാന ഹൂതി കേന്ദ്രങ്ങളിലും തുറമുഖത്തും കനത്ത ബോംബിംഗ് നടന്നു. ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടതായും 33 പേർക്ക് പരിക്കേറ്റതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അറിയിച്ചു. ലബനനിലും ആക്രമണം തുടരുകയാണ്. ഇന്നലെ ആക്രമണത്തിൽ 24 പേർ കൂടി കൊല്ലപ്പെട്ടു. കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം സമനിലയിൽ. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. 58-ാം മിനിറ്റിൽ അലാദീൻ അജാരയിലൂടെ മുന്നിലെത്തിയ നോർത്ത് ഈസ്റ്റിനെതിരെ 67-ാം മിനിറ്റിൽ സമനില ഗോളടിച്ച് നോഹ സദോയ് ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തിലേക്ക് തിരികെ എത്തിക്കുകയായിരുന്നു. അവസരങ്ങൾ ഒരുപാട് ലഭിച്ചെങ്കിലും ബ്ലാസ്റ്റേഴ്സിന് മുതലാക്കാൻ സാധിക്കാത്തത് ആരാധകർക്കിടയിൽ രോഷമുണ്ടാക്കുകയും ചെയ്തു. കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാപക പ്രതിഷേധം. മഞ്ഞയും നീലയും ചേർന്ന പരമ്പരാഗത ബ്ലാസ്റ്റേഴ്സിന്റെ കൊമ്പനാനയുടെ ചിത്രത്തിന് പകരം ഓറഞ്ച് പശ്ചാത്തലത്തിൽ ആനയെ അവതരിപ്പിച്ചതാണ് ആരാധകരുടെ രോഷത്തിന് കാരണമായത്. ബ്ലാസ്റ്റേഴ്സിന്റെ എവേ ജേഴ്സിയുമായി ചേർന്നുള്ള ലോഗോയാണ് മാനേജ്മെന്റ് ഉദ്ദേശിച്ചതെങ്കിലും പ്രതിഷേധം കാരണം പഴയ ലോഗോയിലേക്ക് തന്നെ മാറുകയായിരുന്നു. ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റിൽ ഒരു പന്ത് പോലും അറിയാതെ 3-ാം ദിവസത്തെ കളിയും ഉപേക്ഷിച്ചു. മഴ മാറിയെങ്കിലും മൂടിക്കെട്ടിയ കാലാവസ്ഥയും മോശം ഡ്രെയിനേജ് സംവിധാനവും തിരിച്ചടിയായി മാറുകയായിരുന്നു. ആദ്യ ദിനം 35 ഓവർ മാത്രമാണ് എറിയാൻ കഴിഞ്ഞതെങ്കിൽ 2-ാം ദിനവും 3-ാം ദിനവും മത്സരം ഉപേക്ഷിക്കപ്പെടുകയായിരുന്നു. ഷൈൻ ടോം ചാക്കോയെ നായകനാക്കി MA നിഷാദ് സംവിധാനം ചെയ്യുന്ന ഒരു അന്വേഷണത്തിന്റെ തുടക്കമെന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ പുറത്ത്. ബെൻസി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ KV അബ്ദുൽ നാസറാണ് ചിത്രം നിർമ്മിക്കുന്നത്. 64ഓളം താരങ്ങൾ ചിത്രത്തിൽ വേഷമിടുന്നു. ഹിറ്റുകളുടെ തുടർക്കഥ രചിക്കാൻ ആസിഫ് അലി. സസ്പെൻസിൽ മുങ്ങി രേഖാചിത്രം സെക്കൻഡ് ലുക്ക് പോസ്റ്റർ. കാവ്യ ഫിലിം കമ്പനിയും ആൻഡ് മെഗാ മീഡിയയും ഒന്നിക്കുന്ന ചിത്രത്തിന്റെ നിർമ്മാണം വേണു കുന്നപ്പള്ളിയാണ്. ദി പ്രീസ്റ്റ് എന്ന ചിത്രത്തിന് ശേഷം ജോഫിൻ ചാക്കോ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അനശ്വര രാജൻ മറ്റൊരു പ്രധാന കഥാപാത്രമായി എത്തുന്നു. ശശികുമാറും സിമ്രാനും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചു. $1 മില്യൺ സ്റ്റുഡിയോസിന്റെ ബാനറിൽ നവാഗതനായ അഭിഷൻ ജീവന്റെ സംവിധാനം ചെയ്യും. യോഗി ബാബുവും രമേശ് തിലകും മറ്റ് പ്രധാന വേഷങ്ങൾ അവതരിപ്പിക്കുന്നു. ബജറ്റിൽ അവതരിപ്പിച്ച ചില ആദായ നികുതി നിയമങ്ങൾ ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വരും. സെക്യൂരിറ്റി, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷനുകളുടെയും നികുതി നിരക്കുകൾ ഉയരും. 0.02% മുതൽ 1.1% വരെയാണ് നികുതി വർധന. നികുതിദായകർക്ക് പരാതികൾ തീർപ്പാക്കാൻ അവസരമൊരുക്കുന്ന വിവാദ് സേ വിശ്വാസ് പദ്ധതിയും ഒക്ടോബർ 1 മുതൽ നടപ്പാക്കും. ലുലു ഗ്രൂപ്പ് വീണ്ടും ആന്ധ്രാപ്രദേശിലേക്ക്. മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ ചന്ദ്രബാബു നായിഡുവാണ് തിരികെ വിളിച്ചതും ക്ഷണം ലുലു ഗ്രൂപ്പ് അംഗീകരിച്ചതും. മടങ്ങിവരാനുള്ള ലുലുവിന്റെ തീരുമാനം ആന്ധ്രയ്ക്ക് ഊർജ്ജം പകരുന്നതാണെന്ന് ചന്ദ്രബാബു നായിഡു എക്സിൽ വ്യക്തമാക്കി. ഇന്ത്യയിലെ സെമി കണ്ടക്ടർ വ്യവസായ രംഗത്ത് വമ്പൻ നിക്ഷേപ പദ്ധതികളുമായി ടാറ്റ ഇലക്ട്രോണിക്സ് തമിഴ്നാട്ടിലെ ഹൊസൂരിലുള്ള പുതിയ ഐഫോൺ അസംബ്ലി പ്ലാന്റിൽ 20,000-ത്തിലധികം ജീവനക്കാരെ നിയമിക്കുമെന്നാണ് അറിയിപ്പ്. റാണിപ്പേട്ടിൽ ടാറ്റ മോട്ടോഴ്സിന്റെ 9,000 കോടി രൂപയുടെ നിർമ്മാണശാലയുടെ തറക്കല്ലിടൽ ചടങ്ങ് നടന്നു. കൈറ്റ് ആവിഷ്കരിച്ച കീ ടു എൻട്രൻസ് പദ്ധതിക്ക് തുടക്കം. ഇന്ന് രാത്രി 7:30 മുതൽ കൈറ്റ് വിക്ടേഴ്സ് ക്ലാസുകൾ സംപ്രേഷണം ചെയ്തു തുടങ്ങും. സർക്കാരിന്റെ 100 ദിന പരിപാടിയുടെ ഭാഗമായി പൊതുവിദ്യാലയങ്ങളിലെ ബിരുദതല പൊതുപ്രവേശന പരീക്ഷകളിൽ ഉന്നത വിജയം നേടുന്നതിന് ആവിഷ്കരിച്ച പദ്ധതിയാണിത്. കൊച്ചി മെട്രോ 2ാം ഘട്ട നിർമ്മാണത്തിന് ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്താതെയെന്ന് ആരോപണം.
കൊച്ചി മെട്രോ രണ്ടാം ഘട്ട നിർമ്മാണം ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്താതെയെന്ന് ആരോപണം. നിർമ്മാണ പ്രവർത്തനം മൂലം പാലാരിവട്ടം കാക്കനാട് മേഖലയിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. ജനങ്ങളുടെ ദുരിതം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് തൃക്കാക്കര MLA ഉമാ തോമസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് ജനകീയ സമരസമിതി. ലോക വയോജന ദിനത്തോടനുബന്ധിച്ച് ലുലു മാളിൽ വയോജനങ്ങളുടെ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ 1 വയോജന ദിനം ആഘോഷിക്കുന്നതിന് മുന്നോടിയായാണ് ഫ്ലാഷ് മോബ്. നിർമ്മാണം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് കേന്ദ്രം തുറന്നില്ല. മെഷീനുകളുടെ അഭാവവും ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കാൻ കഴിയാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. പട്ടാമ്പിയിലെ പൊതുശ്മശാനം തുറക്കാൻ അനുമതി നൽകി ജില്ലാ ഭരണകൂടം. ലഭ്യമായ ഫണ്ടുകൾ ഉപയോഗിച്ച് നവീകരണം പൂർത്തിയാക്കുമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു.